നാളുടെ ശേഷം ഈ വൈക്കൊന്നും കണ്ടിട്ടില്ലല്ലോ. എങ്ങനെ കാണാനാ, മഴയല്ലേ, വല്ലപ്പോഴാ പുറത്തേക്ക് ഇറങ്ങുന്നത് തന്നെ. ആ അത് ശരിയാ, വാ അങ്ങോട്ട് ഇരിക്കുക. ഉമ്മേ, തുമ്പിമോൾ ഇവിടെ ആയിരുന്നോ? ഞാൻ കൊറേ വിളിച്ചു നോക്കി, അമ്മയില്ല അവിടെ. ഇല്ലാണ്ടി, അമ്മ ഹോസ്പിറ്റലിൽ പോയതാ. അയ്യോ എന്തു പറ്റി? നല്ല മഴയല്ലേ, പാറൂസ് മുറ്റത്തൊന്ന് വൈക്കി വീണു. അയ്യോ, എന്നിട്ട്? പേടിക്കാനൊന്നുമില്ല, കാലിന് ചെറുതായിട്ട് വേദന ഉണ്ടെന്ന് പറഞ്ഞ് അപ്പൊ തന്നെ സീത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഉണ്ണിക്കുട്ടനെയും തുമ്പിനെയും ഇവിടെ ആക്കിട്ടാ പോയെ. അല്ല, ഉണ്ണിക്കുട്ടനെ ഉസ്മാനെ അവിടല്ലേ? ഇല്ലല്ലോ. എന്ത്, അവിടെ ഇല്ലാന്നോ? അതേ സീന, ഞാൻ നന്ദൂട്ടനെ ഇവിടെ ഉണ്ടാവുന്ന വിചാരിച്ചു വന്നതാ. നന്ദൂട്ടൻ ഇന്ന് ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. പിന്നെ അവനെ എവിടെ പോയി? അബേ, ഈ നല്ല മഴയത്ത് മക്കളിത് എവിടെ പോയി കിടക്കുക? എന്നോട് നന്ദൂട്ടന്റെ വീട്ടിലേക്ക് കളിക്കാൻ പോവാന്ന് പറഞ്ഞു പോയതാ. വേറെ എങ്ങോട്ട് പോരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മഴയത്ത് ഞാൻ രണ്ടാളോണ്ടും. സീത എന്നെ ഏൽപ്പിച്ച് പോയതാ മക്കളെ. ഞാനൊന്ന് പോയി നോക്കട്ടെ, ഗ്രൗണ്ടിലോ മറ്റോ കളിക്കുന്നുണ്ടോന്ന്. ഞാനും വരാം. വേണ്ട, നീ ഇവിടെ നിന്നോ. ഈ മക്കളെ ഇട്ടേച്ച് ഈ മഴത്ത് നീ വരണ്ട. അല്ല, പിള്ളേരെ അടുത്ത് ആരല്ലേ? അവിടെ ലച്ചു ഉണ്ടല്ലോ. എന്നാ അവരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞൂടായിരുന്നോ? അവരെ ലച്ചു നോക്കിക്കോളും. കറിക്കുള്ളത് എരിയാ ഏൽപ്പിച്ചിട്ടാ ഞാൻ അവിടുന്ന് പോന്നെ. ഉസ്മാനെ കണ്ട രണ്ടെണ്ണം കൊടുക്കേണ്ടി. ഒരു വസ്തു പറഞ്ഞു കേൾക്കൂല അവന്. ഈ പേരും മഴത്ത് അവന് കളിക്കാൻ പോയിരിക്കുന്നു. എന്നാ ശരി, ഞാനൊന്ന് പോയി നോക്കാം. ഞാൻ അരിയുന്നതെടുത്ത് കഴിക്കാൻ നിക്കല്ലേ. അവിടെ പോയി വേണമെങ്കിൽ എടുത്ത് കഴിച്ചോ. എന്താ അറിയില്ല ചേച്ചി, അരിഞ്ഞ ക്യാരറ്റ് എടുത്ത് കഴിക്കുമ്പോ പ്രത്യേക ടേസ്റ്റാ. ആ അതുണ്ടാവും, ഞാനാണല്ലോ എരിയുന്നേ. അപ്പൊ പിന്നെ മോക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, എടുത്ത് കഴിച്ചാ പോരെ. അല്ല ചേച്ചി, ഈ ക്യാരറ്റ് എന്തിനാ? സാമ്പാറിലേക്കാ? സാമ്പാറിലേക്ക് വേറെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതെന്തിനാ? അതൊക്കെ സർപ്രൈസ്. എന്താ ചേച്ചി പറ, ഇത് എന്തിനാ? ഇത് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാനാ. ക്യാരറ്റ് ഹൽവയോ? എന്തേ, ഇതിനു മുമ്പ് കേട്ടിട്ടില്ലേ? കേട്ടിട്ടൊക്കെ ഉണ്ട്, കണ്ടിട്ടുമുണ്ട്, പക്ഷെ കഴിച്ചിട്ടില്ല ഇതുവരെ. എന്നാ ഇന്ന് കഴിക്കുക. അയ്യോ വേണ്ട. അതെന്താ? ചേച്ചിന്റെ ഒരു പുഡിങ് തിന്നത് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഓ, ആലോചിക്കാൻ തന്നെ വയ്യ. അത് പിന്നെ ആരോ പഞ്ചസാര പറഞ്ഞിന്റെ അടുത്ത് ഉപ്പ് കൊണ്ടുവച്ചിട്ടല്ലേ. പഞ്ചസാര ഏതാ ഉപ്പ് ഏതാന്ന് അറിയാത്ത ചേച്ചിയാ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാൻ പോകുന്നേ. ഇപ്രാവശ്യം നീ നോക്കിക്കോ, റെഡി ആവും. ഏത് വ്യക്തിക്കും ഒരു തെറ്റൊക്കെ പറ്റും. ഒരു തെറ്റൊക്കെ പറ്റും, പക്ഷെ ചേച്ചിക്ക് ഫുള്ള് തെറ്റന്നല്ലേ ആവാറ്. നീ കുറെ ടൈമായി എന്നെ കളിയാക്കാൻ നടത്തിയിട്ട്. നീ ഒന്നും ചെയ്യൂല, എന്നാ ചെയ്യുന്നവരെ അതിന് സമ്മതിക്കൂല. ഞാൻ ചേച്ചിയോട് ഉണ്ടാക്കണ്ടെന്നൊന്നും പറഞ്ഞില്ലല്ലോ. അറിയാത്ത പണി ചെയ്യുമ്പോ ഒന്ന് സൂക്ഷിക്കണം, അത്രേ പറഞ്ഞോളൂ. ചേച്ചി ഉണ്ടാക്കുന്നത് ശരിയാ, പക്ഷേ വയറ് ഞങ്ങളുടല്ലേ. അതെന്തിനാ വെറുതെ കേടാക്കുന്നേ? എന്നാ മോള് കഴിക്കേണ്ട, പ്രശ്നം തീർന്നില്ലേ? അല്ലെങ്കിൽ ആർക്ക് വേണം? പാവം ചേച്ചി, ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാൻ പോകുന്നു. ചേച്ചി തന്നെ കഴിക്കേണ്ടി വരും. ഈ പിള്ളേർ ഇവിടെ പോയി കിടക്കുക. കുറച്ചുകൂടെ അങ്ങോട്ട് പോയി നോക്കാം. അതാ അവിടെ 2-3 പിള്ളേരെ കാണുന്നുണ്ടല്ലോ. എന്നാലും ചൂണ്ട പോയ കുഴപ്പമില്ല. എന്റെ കൊട, പാറൂസിന്റെ കൊടയാ അത്. അമ്മനോട് എനിക്ക് നല്ലത് കിട്ടുന്നു. നന്ദു, നീ മഴ കൊള്ളാതെ ഇങ്ങോട്ട് വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. നന്ദു, അമ്മ ദാ ഓടിക്കോ. ദുഷ്ടന്മാരി, എന്നെ ഒറ്റക്കാക്കി പോയി. നീ അമ്മനോട് വായിക്കോ അടിയൊക്കെ ഞാൻ കൊള്ളണ്ടേ? ദാ, ഞാൻ നിന്നോട് എന്താ പറഞ്ഞിനി? ഈ മഴയത്ത് എങ്ങോട്ട് ഇറങ്ങരുത് പറഞ്ഞിനിയോ? പറഞ്ഞിടാന് പറഞ്ഞിരുന്നു. എന്നിട്ട് നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അതമ്മേ, മീൻ പിടിക്കാൻ. മീനോ? എന്തിന് ഇങ്ങോട്ട് വന്ന? ഇല്ല, മഴയൊക്കെ കൊണ്ട് പനി പിടിക്കും. അമ്മ എന്നെ അടിക്കൂലെന്ന് പറ. നന്ദു, വേഗം ഇങ്ങോട്ട് വരാൻ എനിക്ക് നല്ലേ. അമ്മ എന്നെ അടിക്കൂലെന്ന് പറ. അടിക്കൂല, അങ്ങോട്ട് വാ. എന്നാ അമ്മ വടി കാണാ. അതൊന്നും കളയത്തില്ല. അപ്പൊ അമ്മ എന്നെ അടിക്കും. ഇങ്ങോട്ട് വരാൻ എനിക്ക് നല്ലേ. ഇല്ല, മഴയൊക്കെ കൊണ്ട് അമ്മ ആദ്യം വടി കാണാ, എന്നാലേ ഞാൻ വരുള്ളൂ. ഇനി വാ. അമ്മ എന്റെ ചെവി. മിണ്ടരുത് നീ. ഈ മഴയത്ത് അവന് മീൻ പിടിക്കാൻ വന്നേക്കുന്നെ. ഒന്ന് കാല് തെറ്റി ഒന്ന് പോയണ്ടല്ലോ. എല്ലാരും എന്നല്ല പറയാ, മക്കളെ ശരിക്കും നോക്കിയിട്ടാണ്. സോറി അമ്മേ. ഇനി ഇങ്ങോട്ടൊന്നും വന്നേക്കരുത് ഒറ്റക്ക്, കേട്ടല്ലോ? നിങ്ങൾ ചെറിയ മക്കളാ, വലിയോല ആരില്ലാതെ ഇങ്ങോട്ടൊന്നും വന്നേക്കരുത്. ഇനി ഒറ്റക്ക് വരത്തില്ല. അല്ല, നീ കൊട കൊണ്ടുവരാതെ പോന്നെ? അതെ അമ്മേ, ഞാൻ ഉസ്മാന്റെ കൂടെയില്ല പോന്നെ. ശരി, പോവാ. ദേവു, ലച്ചുടെ ചേച്ചി ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാണല്ലോ. ക്യാരറ്റ് ഹൽവയോ? അതെ. ഹായ്, ക്യാരറ്റ് ഹൽവയോ?
രാവിലെ തന്നെ തുടങ്ങിയോ? നിങ്ങൾക്ക് പോവാനായില്ലേ? ടൈം ആവുന്നല്ലേ ഉള്ളൂ. എന്താ പാറൂസിന്റെ പ്രശ്നം? അവളോട് തന്നെ ചോദിച്ചു നോക്കി. പാറു മോളെ എണീറ്റേ, മോക്കൊന്ന് സ്കൂളിൽ പോണ്ടേ? ഇല്ല, ഞാൻ പോകുന്നില്ല. അതെന്താ? യൂണിക്കോണിന്റെ കൊട കിട്ടിയാലേ ഞാൻ പോവുള്ളൂ. അതെന്ന് അച്ഛൻ വൈകുന്നേരം വാങ്ങി തരില്ലേ? മോളിപ്പോ സ്കൂളിലേക്ക് പോ. ഇല്ല, ഞാൻ പോവില്ല. പാറൂസേ വാശി പിടിക്കല്ലേ. ഇന്ന് പാറൂസിനെ ഞാനാക്കി തരാം സ്കൂളിലേക്ക്. വേണ്ട, ഞാൻ പോവില്ല. ഇനിയിപ്പോ എന്തായാലും ഓള് പോണ്ട. ഇന്ന് കൊട മേടിക്കാൻ പോവാ. നാളെ എന്നിട്ട് പോവാ ക്ലാസ്സിലേക്ക്. പോവാതിന്നാ പറ്റുമോ? ഇപ്പൊ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോഴേക്കും ലീവ്. ആ ഒരു ക്ലാസ് അല്ലേ, MBBS-നൊന്നല്ലല്ലോ പഠിക്കുന്നേ. നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഹോംവർക്ക് അത് ഇത് ഓരോന്ന് ചെയ്യാനുണ്ടാവും. വെറുതെ എന്തിനാ ലീവ് ആക്കുന്നേ? നീ കാണുന്നില്ല ഞാൻ പറയുന്നേ? അവള് കേക്കണ്ടേ? ഇന്ന് അങ്ങനെ മഴയൊന്നുമില്ല. ദേവുന്റെ അടുത്ത് നന്ദുവിന്റെ അടുത്തൊക്കെ കൊടയുണ്ട്. ഇനി മഴ പെയ്താ തന്നെ അവരില്ലേ കൂടെ? കൊട വൈകുന്നേരം മേടിക്കാന്ന് പറഞ്ഞിട്ട് അവള് കേൾക്കുന്നില്ല. ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ടെന്താ? അച്ഛാ, ആ മക്കളെ റെഡിയായോ? ഞങ്ങൾ റെഡിയായി. ബസ് ഇപ്പൊ വരും. അല്ല, അച്ഛന് പോവാനായില്ലേ? അച്ഛൻ ഇന്ന് ഓഫീസിൽ ലീവ് പറയട്ടെ. പാറൂസിന് കൊട മേടിക്കാൻ പോവാ. അച്ഛൻ ഞാനും ഉണ്ട്. മിണ്ടരുത് നീ. ഇല്ല, കൊട കൊണ്ട് കളഞ്ഞിട്ട് വേഗം സ്കൂളിൽ പോവാൻ നോക്ക്. ഇനി അവനെ നീ വായിക്ക് പറയാനൊന്നും നിക്കണ്ട. ഞാൻ ഇപ്പൊ പറഞ്ഞതാ കുറ്റം. നന്ദു നമുക്ക് സൺഡേ പുറത്ത് പോകട്ടോ. ഏയ്. ദേവു അച്ഛൻ തന്നെ ബസ് ഫീ ഒക്കെ കൊടുത്തു തന്നല്ലേ? ആ, കൊടുത്തച്ഛാ. ദേവു, നന്ദു, അമ്മ ടിഫിൻ ബോക്സ് ടേബിൾ മേൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതെടുത്ത് ബാഗിലേക്ക് വെക്കി. ഇപ്പൊ ബസ് വരും. അമ്മ ഇതാ വരുന്നു. ആ മക്കള് ചെല്ലി. പിന്നെ ബസ്സിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴൊക്കെ നല്ലോണം ശ്രദ്ധിക്കണേ. ശരി അച്ഛാ. അച്ഛാ. ആഹാ കള്ളിപ്പെണ്ണ എണീറ്റില്ലേ? ഇനിയിപ്പോ ഏതായാലും കൊട വാങ്ങാൻ പോവല്ലോ. നമുക്കൊരു 11 മണിയൊക്കെ ആവുമ്പോ പോട്ടോ. എന്റെ ചക്കരച്ഛൻ. ഉമ്മ. അച്ഛാ, ഞാൻ റെഡി. പോവാ. അമ്മ വരണ്ടേ? ഓ, ഈ അമ്മന്റെ കഴിഞ്ഞില്ല. അമ്മേ മതി. ആ, ഏതായാലും അമ്മ വരാൻ ടൈം എടുക്കും. അമ്മന്റെ ഒരുക്കല്ലേ. ഹായ് പറയാനുള്ളവരോട് പറയട്ടെ. ആഹാ അത് കൊള്ളാലോ. നിനക്ക് ഫാൻസ് ഒക്കെ ഉണ്ടല്ലേ? പിന്നല്ല. അച്ഛൻ എന്താ വിചാരിച്ചേ? അപ്പൊ ഫ്രണ്ട്സ്, ഇന്ന് ദേവും നന്ദൊന്നും ഇല്ലട്ടോ. അവരൊക്കെ സ്കൂളിൽ പോയി. ഇന്ന് പാറക്കുട്ടി കേട്ടോ എല്ലാവർക്കും ഹായ് തരുന്നേ. അപ്പൊ നമുക്ക് തുടങ്ങാം. ഹായ് സൻഹ, ഷിഫ ഹായ്, ഹംന ഹായ്, അജ്വ ഹായ്. ശോ, എനിക്ക് വയ്യ. എനിക്ക് നാളെ വരുന്നു. അജ്വ എന്നോട് കിസ് ചോദിച്ചിട്ടുണ്ട്. അജ്വ കുട്ടി ഉമ്മ. നെക്സ്റ്റ് നിഷാം ഹായ്, റുക്സാന ഹായ്, ഹായ് ശ്രുതി, ഷിദ ഹായ്, ഹായ് സജിന, ഫസ്ന ഹായ്, ഹായ് ആയിഷ ഫാത്തിമ, അഫ്സാബി ഹായ്, ഹായ് ഷബീബ്, റഷ ഹായ്, ഹിമ ഹായ്, ഹായ് അമ്മയ്യ, തേജശ്രീ ഹായ്. ഞാൻ റെഡി പോവാ. അമ്മ നിക്ക്, ഞാൻ ഹായ് പറയട്ടെ. ദേ മഴ വരുന്നുണ്ട്. മോളെ വാ, മഴ വരുന്നുണ്ട്. മഴ പെയ്യുമ്പോത്തിന് നമുക്ക് അവിടെ എത്തണം. ശരി